അങ്ങനെ ബിഗ് ബോസ് സെറ്റ് നേരിൽ കാണാൻ പോയതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും. മാതൃദിനത്തിനോടനുബന്ധിച്ച് ബിഗ് ബോസിലെ മെമ്പേഴ്സിനൊക്കെ അവരവർ അമ്മമാരുടെ മെസ്സേജുകളെന്ന് പറഞ്ഞാൽ അവർ വന്ന് വീഡിയോയിൽ കൂടെ അഭിപ്രായങ്ങൾ, ആശംസകളൊക്കെ നേരുന്നതാണ് അവരവരുടെ മക്കൾക്ക്. അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോരുത്തർ അമ്മമാരെ കാണിക്കുമ്പോഴും അവരുടെ മക്കൾ, ബിഗ് ബോസിനകത്തുള്ള അവരുടെ മക്കൾ അവർക്ക് എഴുതിയ ലെറ്റർ, തയ്യാറാക്കി വെച്ചേക്കുന്ന ലെറ്റർ വായിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ നന്ദനയുടെ കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ നോക്കുമ്പം അഭിഷേക് ശ്രീകുമാറിൻ്റെ അമ്മയുടെ ചേച്ചിയാണ് നമ്മൾ വീഡിയോ കാണുന്നത്. അഭിഷേകിന് ആശംസ പറയുന്നു. അപ്പം അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ ലെറ്ററാണ് അതിന് ശേഷം വായിക്കുന്നത്. അത് നോക്കുമ്പം അഭിഷേക് തന്നെ പറയുന്നത് അത് അഭിഷേകിൻ്റെ അമ്മയുടെ ചേച്ചിയാണെന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അഭിഷേകിന് അമ്മയില്ല. അമ്മ അഭിഷേകിൻ്റെ കുഞ്ഞിലേ മരിച്ചു പോയതായിട്ടാണ് മനസ്സിലാവുന്നത്. അവർ കോയമ്പത്തൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാവരും. അപ്പം അഭിഷേക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അഭിഷേകിൻ്റെ അമ്മ മരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ടി വി ഓൺ ചെയ്ത് വെച്ച് അഭിഷേക് കാണുമ്പോൾ അഭിഷേകിനെ ടി വി ഓഫ് ചെയ്തിട്ട് പോയിന്ന് പഠിക്കാനെന്നൊക്കെ പറയും, വഴക്ക് പറയുമെന്നും, പിന്നെ നാമം ചൊല്ലിക്കും, പിന്നെ പഠിപ്പിക്കാനിരുത്തും. അങ്ങനെ ഒരു ദിവസം പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് പലപ്പോഴും അമ്മ ചുമച്ചിട്ട് പോയി വാഷ് ബേസിനിൽ ചോര ഛർദ്ദിക്കാറുള്ളത് അഭിഷേക് കാണാറുണ്ടായിരുന്നെന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ അന്നേരമാണ് അഭിഷേക് ശ്രീകുമാർ അമ്മയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അതിന് മുമ്പ് അറിയാമായിരിക്കും. ഒന്നാമതേ വന്നിട്ട് ഇത് ബിഗ് ബോസ് സെറ്റിലിരുന്നാണ് ഞാൻ നേരിട്ട് ഈ അഭിഷേക് പറയുന്നത്. ഈ മാതൃദിനത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ, അമ്മമാർക്കുള്ള സന്ദേശങ്ങളൊക്കെ മക്കൾ അയക്കുന്ന ഈ ലെറ്ററുകൾ വായിക്കുന്നതൊക്കെ ഞാൻ ബിഗ് ബോസ് സെറ്റിലിരുന്ന് കാണുന്നതുകൊണ്ട് അത് നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്ന അതിനെക്കാട്ടിലും അത് വേറൊരു ഫീലിങ്സാണ് അതിന്. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ അങ്ങനെ സത്യത്തിൽ നമ്മളറിയാതെ നമ്മുടെ ഉള്ള തേങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അത്. അപ്പോൾ അങ്ങനെ അഭിഷേക് പറയുന്ന അമ്മയുടെ കാര്യങ്ങൾ. പക്ഷേ ആദ്യമായിട്ടും അവസാനമായിട്ടും അമ്മയ്ക്ക് എഴുതിയ ലെറ്ററാണെന്ന് പറയുന്നു. ലെറ്റർ എഴുതണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് ആ മെമ്പേഴ്സിൽ പലരും പറഞ്ഞു ഇതൊരു അവസരമാണ്, ഇങ്ങനൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ലെറ്റർ തയ്യാറാക്കുന്നത് ഈ അവസരം ഇനി കിട്ടിയെന്ന് വരത്തില്ല എന്നൊക്കെ അഭിഷേകിനോട് പറഞ്ഞപ്പം അത് ശരിയാണെന്ന് ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അഭിഷേക് ആ ലെറ്റർ തയ്യാറാക്കിയത്. അമ്മയ്ക്ക് വേണ്ടി ലെറ്റർ തയ്യാറാക്കി. അതിനകത്ത് കുറേ സങ്കടങ്ങളും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന വിഷമങ്ങളും എല്ലാം അയവിറക്കിക്കൊണ്ടൊരു കത്തായിരുന്നു അത്. സത്യത്തിൽ അത് അഭിഷേക് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം, സങ്കടമൊക്കെ തോന്നും. ഇപ്പം തന്നെ നമ്മൾ ഇത്രയും ദിവസമായല്ലോ അഭിഷേക് വന്നിട്ട് ഈ വൈൽഡ് എൻട്രിയിലാണ് ബിഗ് ബോസിനകത്ത് വന്നേക്കുന്നത്. ആദ്യം വന്നാലല്ലോ ഇടയിൽ വന്നതാണ്. അപ്പോൾ എന്നാൽ തന്നെ ഇത്രയും ദിവസത്തിനോടകത്ത് നമ്മളിപ്പോഴാണ് ഇത് അറിയുന്നതൊക്കെ. പലരെയും വന്നിട്ട് ഈ ഒരു കാര്യം അറിയിക്കാതൊക്കെ ഇരുന്ന മാതിരി, അറിയിക്കാവുന്ന ബിഗ് ബോസിന് വന്നതിൻ്റെ കൊണ്ടല്ല, അല്ലാതെ തന്നെ അമ്മയില്ല എന്നുള്ള കാര്യം അങ്ങനെ എടുത്ത് പറഞ്ഞൊന്നും നടക്കുന്ന ഒരു പ്രകൃതമല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ കുറവുകൾ, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മറ്റാൾക്കാരിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ അവർ സ്വാഭാവികമായിട്ട് അറിയുന്നതല്ലാതെ പറഞ്ഞു നടക്കുന്നത് നല്ലതല്ലെന്ന് തന്നെയാണ് ഞാനും അതിനെ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ അമ്മയില്ലെന്നൊക്കെയുള്ളൊരു ആൾക്കാർ അങ്ങനെ അറിയുമ്പോൾ മറ്റുള്ളവരിൽ ഒരു സിമ്പതി ഇതൊക്കെ ഒരു ഇത് വരുമല്ലോ, ഒരു അനുകമ്പയൊക്കെ വരും. അത് സത്യത്തിൽ ഈ കത്ത് വായിക്കുമ്പോൾ അഭിഷേക് പറയുന്നത് വെച്ച് നോക്കുമ്പം അങ്ങനെയുള്ള ഒരു അനുകമ്പയും അങ്ങനെ ഒരു സിമ്പതിയൊന്നും അഭിഷേകിന് ഇഷ്ടമല്ല. ശത്രുത കാണിച്ചാൽ പോലും ഇങ്ങനെ അമ്മ ഇല്ലാതെ എന്നുള്ളൊരു അനുകമ്പയൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ബോൾഡായ ആളാണ് അഭിഷേക്. അങ്ങനെ തന്നെ വേണം. അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ ഇല്ലാത്തത് കൊണ്ട് തളർന്നു പോയാൽ പിന്നെ ജീവിതം പോയില്ലേ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം എൻ്റെ മക്കൾക്കും ഇങ്ങനെ ഒരു ഇതുണ്ട്. അച്ഛൻ്റെ കൂടെ സ്നേഹം കൊടുത്താലും സംരക്ഷണം കൊടുത്താലും എല്ലാം, എന്നാലും അച്ഛൻ ഇല്ലാത്തതിൻ്റെ എന്തൊക്കെയാണ് അവർക്കുള്ള കുറവുകളെന്നാൽ അവരിന്നും അതൊക്കെ പരാതി പറയുന്നവരാണ്. അതുകൊണ്ട്
ഒരമ്മയുടെ കുറവുകളോ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ കുറവുകളോ ഒന്നും ആർക്കും നികത്താൻ പറ്റത്തില്ല. അമ്മയില്ലെങ്കിൽ അത് അച്ഛനും നികത്താൻ പറ്റത്തില്ല കുറവുകൾ, അച്ഛനില്ലെങ്കിൽ അമ്മയ്ക്കും നികത്താൻ പറ്റത്തില്ല കുറവുകൾ. അങ്ങനെയായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. അത് എൻ്റെ അനുഭവം കൊണ്ട്. എൻ്റെ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്താണ് അച്ഛനും അവർക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലിയ ആൾ കോളേജിലൊക്കെ പോയി. ആ സമയത്ത് കുറച്ച് കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ കുറച്ച് മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറഞ്ഞപ്പോൾ ഞാനത് വഴക്ക് പറയുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് പറയുന്നത് മറ്റുള്ള കൂട്ടുകാരെയൊക്കെ അച്ഛനൊക്കെ വരുന്നു, വിളിക്കുന്നു, ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കുന്നു, കാണാൻ വരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് മാത്രം അങ്ങനെ അച്ഛനില്ലല്ലോ. അങ്ങനെയുള്ള കുറവുകളൊക്കെയാണ് ഈ സെക്കൻഡ് ഇയറിൽ മാർക്ക് കുറച്ച് കുറഞ്ഞ സമയത്ത് ഞാൻ വഴക്ക് പറയുമ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഒക്കെ ഇതാണ് അതിൻ്റെ കാരണം പറയുന്നത്. അപ്പം നമ്മൾ എന്ത് തന്നെ എങ്ങനെയൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മളതിൻ്റെ കുറവുകൾ അറിയിക്കരുത്. നമ്മുടെ സങ്കടങ്ങൾ കടിച്ചമർത്തിയിട്ട് നമ്മൾ മക്കളെ എത്ര നോക്കിയാലും എത്ര സ്നേഹം കൊടുത്താലും സംരക്ഷണം കൊടുത്താലും അവർക്ക് ആ കുറവുകളൊന്നും ഒരാളുടെ കുറവ് ഒരാളാലെ ഒന്നും പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ അഭിഷേകും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാനിത് പറഞ്ഞത് കൊണ്ട് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റത്തില്ല ഒരാളുടെ ഒരു വേർപിരിയലേ. പേരൻസിൽ ആരെങ്കിലും ഒരു വേർപിരിയൽ മക്കൾക്ക് വന്നിട്ട് ചെറിയ പ്രായത്തിലായാലും വലിയ പ്രായത്തിലായാലും എല്ലാം ഒരുപോലെ അവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, മാനസികമായിട്ടും അല്ലാതെയുമല്ല. അഭിഷേകിൻ്റെ കാര്യം കേട്ട് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നെ നമ്മുടെ ജിൻഡോയുടെ അമ്മയുടെ ലെറ്ററൊക്കെ ആയിരുന്നു. ജിൻഡോയും വളരെ സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജിൻഡോയുടെ അമ്മയ്ക്കും കുറച്ച് സുഖമില്ലാതിരിക്കുന്നതിൻ്റെ വിഷമം ജിൻഡോയ്ക്കും ഉണ്ട്. ജാസ്മിൻ്റെ അമ്മയെ കുറിച്ച് ലെറ്റർ ജാസ്മിനെ വീഡിയോ കോളിൽ കൂടെ കണ്ടു. അതിനുശേഷം ജാസ്മിനും അങ്ങോട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഈ ലെറ്ററിൽ കൂടെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അങ്ങനെയൊക്കെ സങ്കടങ്ങളൊക്കെ ആയി വറക്കുന്നുണ്ട്. അമ്മയെ പിരിഞ്ഞിരുന്നതിലുള്ള വിഷമങ്ങളും. പിന്നെ അതിനുശേഷം നമ്മുടെ ശ്രീരേഖയായിരുന്നു. ശ്രീരേഖ അച്ഛനും അമ്മയ്ക്കും ഒരു മോളാണ്, വേറെ കൂടെ പിറന്ന ആരുമില്ല. അച്ഛൻ മരിച്ചുപോയി. അപ്പം ശ്രീരേഖയ്ക്ക് ആ സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് മാതൃദിനമായതുകൊണ്ട് അമ്മയെ കാണിച്ചു, അമ്മയുടെ കുറേ വാക്കുകളൊക്കെ കേട്ടു. അമ്മ ഒറ്റയ്ക്ക് അവിടെ ഉള്ളൂ. ശ്രീരേഖ ഇപ്പോൾ ബിഗ് ബോസിനകത്തായതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്കപ്പോൾ ശ്രീരേഖ വരാൻ കാത്തിരിക്കുക. ശ്രീരേഖ വന്നിട്ട് എവിടെയൊക്കെയോ പോകണം, ഏതോ അമ്പലങ്ങളിലോ എവിടെയൊക്കെ പോകണം, അപ്പോൾ കൂട്ടിയിട്ട് പോകണമെന്നുള്ള കാത്തിരിപ്പ് അമ്മ. കുറച്ച് പ്രായമായി കാണുമ്പോൾ മനസ്സിലാകുന്ന അമ്മയ്ക്ക്. അങ്ങനെയൊക്കെ പ്രായമാകുമ്പോൾ ഭർത്താവും ഇല്ല, ഒരേ ഒരു മോള്. ആ ഒരേ ഒരു മോള് എന്ന് പറയുമ്പോഴും ശ്രീരേഖയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആദ്യ കല്യാണം വേർപിരിഞ്ഞ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ശ്രീരേഖയുടെ അരയ്ക്ക് താഴെ കുറേ വർഷങ്ങൾ വന്ന് തളർന്നു കിടന്നു. അപ്പോൾ ആ ഒരിത് അപ്പോൾ എന്തും വേണ്ടി സങ്കടങ്ങൾ തിന്നൊരമ്മയാതെ സത്യത്തിൽ കുറച്ച് പ്രായമായി. അവരുടെ അച്ഛനും മരിച്ചുപോയി. അപ്പോൾ ഒറ്റപ്പെടലിലും ഈ ഒറ്റയ്ക്കുള്ള ഈ മോളുടെ ഈ ഒരു സങ്കടങ്ങളിലെല്ലാം എത്രത്തോളം വേദന തിന്ന് കഴിയുന്ന ഒരമ്മ. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ അറിയാതെ തന്നെ ഇതൊക്കെ ഈ അഭിഷേകിൻ്റെയും ഈ അമ്മയില്ലാത്ത ദുഃഖം ആരെയും അറിയിക്കാതെ മനസ്സിന് ധൈര്യം കൊടുത്തു വരുന്ന അഭിഷേകിൻ്റെ കഥ കേൾക്കുമ്പോഴും ശ്രീരേഖയുടെ ഈ അമ്മയുടെ ഈ അനുഭവം അമ്മയെ കണ്ടപ്പോഴും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ശ്രീരേഖ അമ്മയ്ക്ക് എഴുതി വെച്ച ലെറ്റർ വായിക്കുമ്പോഴൊക്കെ സത്യത്തിൽ കരഞ്ഞുപോയി. അതാണ് അതിൻ്റെ സത്യം. നമുക്ക് വിഷമങ്ങളില്ലാത്തവരൊന്നും അല്ല. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവരായാലും നിങ്ങളിൽ പലർക്കും നിങ്ങളുടേതായ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് പ്രതീക്ഷ കൊടുത്ത് സ്വയം നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതാണ് അങ്ങനെ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. മറ്റൊരാളെ ആശ്വസിപ്പിക്കുകയോ മറ്റൊരാളുടെ
കരുണയോ അല്ലെങ്കിൽ അവർ നമ്മളെ വേറൊരാളെ ഒന്നും പ്രതീക്ഷ വേറെ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ സഹായിക്കും, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ തുണയായിരിക്കും, അങ്ങനെയൊന്നും ആശിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ അഭിഷേകിൻ്റെ അമ്മയില്ലെങ്കിലും ഇന്ന് ആ കുട്ടിയെ കാണുമ്പോഴേ നല്ല ദൃഢനിശ്ചയത്തോടെ വളർന്നു, അങ്ങനെ തന്നെ വേണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അത്ര ഒരു ബോൾഡായിട്ടുള്ളൊരു പയ്യനാണ് അഭിഷേകെങ്കിലുമേ അമ്മയില്ലാത്ത ആ ദുഃഖം, ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചു, എന്തും വേണ്ടി ദുഃഖം പേറി വളർന്നത്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആ ദുഃഖങ്ങൾ തന്നെ ഇല്ലേ, അമ്മയില്ലെന്നൊരിത്. മറ്റുള്ളവർ അമ്മമാരൊക്കെ വരുമ്പോഴും ഈ മക്കൾ അമ്മമാരോട് കാണിക്കുന്ന സ്നേഹവും അമ്മമാർ തിരിച്ച് ഈ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കാണുമ്പോൾ തീർച്ചയായിട്ടും എത്ര ശക്തിമാൻ, എത്ര ബോൾഡെന്ന് പറഞ്ഞാലുമേ ആ മനസ്സിലാത്ത ഒരു തേങ്ങലൊക്കെ ഉണ്ടാകും. പക്ഷെ അതാരും അറിയരുത്, കാണരുതെന്ന് പറഞ്ഞാൽ അടക്കി പിടിക്കുന്നതായിരിക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ ശ്രീരേഖയാണെങ്കിലും അതെ, ശ്രീരേഖയുടെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. ശ്രീരേഖ ഇനി ചെന്നിട്ട് ആ അമ്മയ്ക്ക് അവളെ സന്തോഷമൊക്കെ കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനാണേലും അമ്മയ്ക്കും അച്ഛനും ഒരാളേ ഉള്ളൂ, എനിക്കാണെങ്കിൽ കൂടെ പിറന്ന വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ നിന്ന് കുറേ ദൂരെ ആണ് ഞങ്ങൾ, പുള്ളിക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി കുറേ കാലങ്ങൾക്ക് ശേഷം നഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ നഷ്ടമായി. എവിടോ എനിക്കറിയത്തില്ല, എങ്ങനെ ജീവിതം ഭയങ്കര ഒരു വല്ലാത്ത ഏതോ ഒരു എനിക്കതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്തോ എവിടെയോ ദൈവത്തിൻ്റെ കൈകളെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പിന്നീട് വന്നിട്ട് പുള്ളി ഇല്ലെങ്കിലും ഒരു കുറവും അലച്ചിലും അറിയാതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെങ്കിലും കഴിഞ്ഞു പോകാൻ സത്യത്തിൽ വന്നിട്ട് അത് ദൈവം ഞങ്ങളെ ഇത്രത്തോളം ആക്കി കൊണ്ടുവന്ന്, ഇത്രത്തോളം നടത്തി കൊണ്ടുവന്നെന്ന് എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നും ഒരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് അത് കാണാൻ കഴിയുന്നുള്ളൂ. ഒപ്പം അച്ഛനെയും അമ്മയൊക്കെ നോക്കേണ്ട ചുമതല എൻ്റേത്. എൻ്റെ ഭർത്താവും ഇല്ല, അതായി കുട്ടികളാണെങ്കിൽ അച്ഛനില്ലാത്ത സങ്കടങ്ങളും അവരെ അതിൽ നിന്ന് അവരെയും കരകയറ്റി കൊണ്ടുവരണം. എൻ്റെ സങ്കടങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ തന്നെ സ്വയം അതിനെ ഒരുപാട് വർഷങ്ങൾ, ഒരു 6 വർഷത്തോളം ഒരു ദിവസം പോലും കരയാത്ത ദിവസമില്ലായിരുന്നു. പിന്നെ അതിനുശേഷം എങ്ങനെയോ അങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇനിയിപ്പോൾ പോയവരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ കടമകൾ അമ്മയച്ഛനെ നോക്കണം, എൻ്റെ കുട്ടികളെ വളർത്തണം. ഈ കടമകൾ ഈ 2 സൈഡും ഇവർ 2 കൂട്ടരും ഉണ്ട്, അമ്മയച്ഛനും എൻ്റെ മക്കൾ 2 പേരും. അങ്ങനെ ഇവരെ എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവർ 4 പേര്, അവർക്ക് വേണ്ടി പിന്നെ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് വരുന്നു. ദൈവം ഇത്രയും നടത്തിക്കുന്നു എന്നേ എനിക്കും പറയാൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്കും കൂടപ്പറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒന്ന് ആശ്വസിപ്പിക്കുക. അതുപോലും ഇല്ല. അതാണ് ശ്രീരേഖയുടെ അവസ്ഥ കൊണ്ടേ ഞാൻ പറഞ്ഞത്. ശ്രീരേഖയ്ക്കും അതേപോലെ തന്നെ ഒന്ന് കൂടപ്പറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ശത്രുക്കളാണെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് മനസ്സ് തുറന്നൊന്ന് പറയുമോ, ഒന്ന് കരയോ, ഒന്ന് കയറി ചെല്ലുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ ഈ ശ്രീരേഖയുടെ കാര്യം പറഞ്ഞോട്ടെ, ഞാനും ഒറ്റയാണ്ട് എൻ്റെ ഈ ദുരിതം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മരിച്ചു പോയതിന് ശേഷമുള്ള ഒറ്റപ്പെടലിലൊന്നും ഞാനും അതൊന്നും അറിയാതെയാണ്. അങ്ങനെയുള്ള ആശ്വാസവാക്കുകളൊന്നും ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ആശ്വാസവാക്കുകൾ ചുറ്റുപാടുള്ളവരൊക്കെ പറയുമെങ്കിലും നമ്മളുടെ കൂടപ്പിറപ്പുകളെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര മനസ്സ് ശത്രുതയുണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് ധൈര്യമായിട്ട് കടന്ന് ചെല്ലാൻ ഒരു സാന്നിധ്യമൊക്കെ ഈ കൂടപ്പിറപ്പുകളല്ലേ. അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് കുറേ വർഷങ്ങളായി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ ആണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ വല്ലപ്പോഴും സംസാരിക്കുന്നത് തന്നെ എൻ്റെ ഈ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ എനിക്കൊരു സത്യത്തിലൊരു മോചനത്തിന് വേണ്ടി മാത്രമാണ്.